morning to all. Welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. We are on the next lecture series of Income Tax Assessment 1. We are dealing with the topic types of assessment. In the last class, we have dealt with the topic what do you mean by assessments, judgment, assessment. So, regular assessment can be classified into two: assessment on the basis of evidence and best judgment assessment. Assessment which is done by the assessing officer on the basis of evidence submitted by the assessee is known as assessment on the basis of evidence. And what is best judgment assessment, or it is also known as ex parte assessment, best judgment. അപ്പോൾ ഇവിടെ എന്താണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്? ഇപ്പോൾ the assessee has not filed voluntary return or compulsory return. assessee voluntary return compulsory return ഒന്ന് ഫയൽ ചെയ്തില്ല എങ്കിൽ the assessing officer may assess the total income and tax liability of the assessee with the available return with the assessing officer. അതായത് ഇപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡീറ്റെയിൽസ് വെച്ചിട്ട് നടത്തുന്ന അസസ്മെന്റിനെയാണ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിന് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് എന്ന് വിളിക്കുന്നത്? അതായത് ഈ അസസ്മെന്റിൽ അസസിംഗ് ഓഫീസർ സ്വന്തമായിട്ടാണ് അസസ് ചെയ്യുന്നത്. അപ്പൊ മുമ്പ് പ്രീവിയസ് ആയിട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേണും അല്ലെങ്കിൽ ഡോക്യുമെന്റ്സുമാണ് അസസിംഗ് ഓഫീസർ കൺസിഡർ ചെയ്യുന്നത് ഈ കേസിൽ. അപ്പൊ ഇവിടെ ഒരിക്കലും അസസിംഗ് ഓഫീസർ മാൽ പ്രാക്ടീസസ് കാണിക്കാൻ പാടില്ല. അതായത് അസസിംഗ് ഓഫീസർ അയാളുടെ ബെസ്റ്റ് ആയിട്ട് തന്നെ ഉള്ളത് ബെസ്റ്റ് ഡിസിഷൻ തന്നെ ആയിരിക്കണം ഈ അസസ്മെന്റിൽ എടുക്കേണ്ടത്. സോ ദിസ് കൈൻഡ് ഓഫ് അസസ്മെന്റ് ഇസ് നോൺ ആസ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ഓർ എക്സ് പാർട്ടെ അസസ്മെന്റ്. So, under this, the total income and tax liability of the assessee is estimated by the assessing officer on the basis of circumstantial evidence. Circumstantial evidence എന്ന് പറഞ്ഞാൽ അപ്പോൾ അയാളുടെ കയ്യിൽ എന്തൊക്കെ എവിഡൻസ് ഉണ്ടോ അതിന്റെ ബേസിലായിരിക്കും അസസിംഗ് ഓഫീസർ ടോട്ടൽ ഇൻകമും ടാക്സ് ലയബിലിറ്റിയും കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇനി the assessing officer should really did the assessment on his best judgment that without any malpractices. ഒരു malpractice നടത്താതെ അയാളുടെ നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ ഹൃദയത്തിനെ മനസാക്ഷിയെ സത്യമാക്കിക്കൊണ്ട് ആ ബേസിൽ ചെയ്യുന്ന ഈ അസസ്മെന്റ് അങ്ങനെ തന്നെ ചെയ്തിരിക്കണം. He must make what he honestly believes to be a fair estimate of the proper figure of assessment, and for this purpose he must take into consideration the assessee's details of previous return and assessment to arrive at a proper and fair estimate. അപ്പോൾ ഇതാണ് ഇവിടെ ഇമ്പോർട്ടന്റ്, ഫെയർ എസ്റ്റിമേറ്റ് ഓഫ് ദി പ്രോപ്പർ ഫിഗർ ഓഫ് അസസ്മെന്റ്. ഫെയർ എസ്റ്റിമേറ്റ് അതായത് ഫെയർ ആയിട്ടാണ് ആയിരിക്കണം അത് കണക്ക് കൂട്ടാനായിട്ട് ഓൺ ദി പ്രോപ്പർ ഫിഗർ ഓഫ് അസസ്മെന്റ്. അപ്പോൾ ഫോർ ദിസ് പർപ്പസ് ദി അസസിംഗ് ഓഫീസർ മസ്റ്റ് ടേക്കൺ ഇൻടു കൺസിഡറേഷൻ ഓൾ ദി അവൈലബിൾ ഡീറ്റെയിൽസ് ഓഫ് പ്രീവിയസ് റിട്ടേൺസ് ആൻഡ് അസസ്മെന്റ് ടു അറൈവ് അറ്റ് എ ഡിസിഷൻ. ആൻഡ് ദിസ് കൈൻഡ് ഓഫ് അസസ്മെന്റ് ഇസ് നോൺ ആസ് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ് ഓർ എക്സ് പാർട്ടെ അസസ്മെന്റ്. ഇത് റെഗുലർ അസസ്മെന്റിന്റെ രണ്ട് ഡിവിഷൻ ആയിരുന്നു. റെഗുലർ അസസ്മെന്റ് is divided into two, that is assessment on the basis of evidence and best judgment assessment. Best judgment is again classified into two: compulsory best judgment assessment and discretionary best judgment assessment. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. This is Asha SP signing off from Bosco Campus Vision.